ഇന്നിവിടെ ആദ്യം ഇവിടെ ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് നമ്മളിവിടെ മൗന പ്രാർത്ഥന നടത്തിയത് ജീവൻ പൊലിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കാശ്മീരിൽ. ഇന്നലെ ഒരു മനുഷ്യനായിട്ട് ആ ഉഗ്രവാദികളോ അല്ലെങ്കിൽ ഭീകരവാദികളോ മനുഷ്യനായിട്ടാണ് ചിന്തിച്ചത്. അവരവരുടെ മതത്തിന് വേണ്ടി മറ്റുള്ള മതങ്ങളിലുള്ള ആൾക്കാരെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങുന്നത് ഏത് മതമാണ് അങ്ങനെ ഉപദേശിക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഒരു മതം പോലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനോ ഒരു തിന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഉപദേശിക്കാതെ എല്ലാ ഉപദേശങ്ങളും സ്നേഹത്തിനും സാഹോദര്യത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. എല്ലാ മതങ്ങളുടെയും സാരാംശം അത് തന്നെയാണ്. പക്ഷെ അത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു മതത്തിലുള്ള ആൾക്കാരെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങുകയെന്ന് പറഞ്ഞാൽ അവർ പഠിച്ചത് ഏത് ആണെന്ന് അറിയുന്നത്. നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ലോകത്തിനെന്നും സമാധാനവും സാഹോദര്യവും മാത്രം സന്ദേശമായിട്ട് തന്നെ ഇതുവരെ ഒരു രാജ്യത്തെ പോലും കടന്നാക്രമിക്കാതെ ഒരു തെറ്റ് പോലും ചെയ്യാതെ ഋഷിമാരുടെ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഭാരതമെന്ന് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുക്കാം. വിശ്വഗുരുവായിട്ട് വളർന്നു നിൽക്കുന്നത് ഭാരതം കൊടുത്ത സന്ദേശങ്ങളിലൂടെ, ആർഷഭാരത സന്ദേശങ്ങളിലൂടെയാണ്. ആ വിവേകാനന്ദ സ്വാമികള് ചിക്കാഗോയിൽ പ്രസംഗിച്ചതാണ്. ഈ രാജ്യം റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും പുരാതനമായ സമ്പ്രദായം, ഏറ്റവും പുരാതനമായ ഋഷീശ്വരന്മാരുടെ നാടാണ് നമ്മുടെ നാട്. ആ രീതിയിലുള്ള നാടിന്റെ യശസ് വളർത്താൻ നിങ്ങൾ ഓരോരുത്തരുമാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾ എവിടെ പോയി ജോലി ചെയ്താലും നിങ്ങളെ അറിയപ്പെടുന്നത് നിങ്ങളുടെ നാടിന്റെ പേരിലായിരിക്കും. ആ നാടിന്റെ യശസ് വളർത്താനുള്ള ശ്രമങ്ങളിൽ ഭാഗഭാക്കാക്കുന്നതിന് ഒരു വഴികാട്ടിയായിട്ടാണ് ബാലഗോകുലം പ്രവർത്തിക്കുന്നത്. ബാലഗോകുലത്തിന്റെ പ്രവർത്തിക്കാത്ത കുട്ടികളെയും ബാലഗോകുലത്തിൽ